അമേരിക്കയെപ്പോലെ തന്നെയുള്ള ഒരു ബഹിരാകാശ ശക്തിയാണ് പഴയ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. പക്ഷേ അവർക്കെന്തുകൊണ്ട് ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു ചോദ്യമാണ്. അമേരിക്കയുടെ അപ്പോളോ പദ്ധതിയുടെ നട്ടെല്ല് സാറ്റേൺ 5 എന്ന പടുകൂറ്റൻ റോക്കറ്റാണ്. 6 ക്രയോജനിക് എഞ്ചിനുകൾ ആണ് അതിലുണ്ടായിരുന്നത്. ആ എഞ്ചിനുകളും റോക്കറ്റും വികസിപ്പിക്കുന്നതിൽ നാസ വിജയിച്ചതുകൊണ്ടാണ് അവർക്ക് ചന്ദ്രനിലെത്താൻ കഴിഞ്ഞത്. സോവിയറ്റ് യൂണിയന് അന്ന് ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പക്കലുള്ള സെമി ക്രയോജനിക് എഞ്ചിനുകൾ വെച്ച് ചന്ദ്രനിലേക്ക് മനുഷ്യരെ കയറ്റിയ പേടകം എത്തിക്കാൻ പാകത്തിലുള്ള N1 എന്ന ഒരു വലിയ റോക്കറ്റ് അവർ ഉണ്ടാക്കുക തന്നെ ചെയ്തു. 20ഓളം എഞ്ചിനുകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ആ റോക്കറ്റിൻ്റെ 2 പരീക്ഷണ വിക്ഷേപണങ്ങളും പരാജയപ്പെട്ടു. അപ്പോഴേക്കും അമേരിക്ക ചന്ദ്രനിൽ ആളെ ഇറക്കുകയും ചെയ്തു. തോറ്റുകഴിഞ്ഞ ഈ യുദ്ധത്തിൽ ഇനി കാശ് മുടക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചു. പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ലാത്ത ചാന്ദ്രപദ്ധതികൾക്ക് പകരം പിന്നീട് സോവിയറ്റ് യൂണിയൻ ശ്രദ്ധിച്ചത് വലിയ ഭൂഖണ്ഡാന്തര മിസൈലുകൾ വികസിപ്പിക്കുന്നതിലാണ്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.